ബ്രോ നമ്മളിപ്പോൾ സാധാരണ പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും വണ്ടികൾക്കും ചെയിൻ ഡ്രൈവ് ഉണ്ടാവുന്നത്. അതെ അതെ അതെ. പക്ഷെ നമ്മൾ സാധാരണ ചെയിൻ്റെ ശബ്ദം ഉണ്ടാവും, പക്ഷെ അത് പെട്രോൾ വണ്ടിയിൽ കേൾക്കാത്തതിന്റെ കാരണം എഞ്ചിന്റെ സൗണ്ട് ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പം ഓല എന്ന് പറഞ്ഞ വണ്ടി ഒരു സൈലന്റ് വണ്ടിയാണ്. അപ്പൊ എന്റെ ഫസ്റ്റ് സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേഷൻ 3 ചെയിൻ ഡ്രൈവ് ആക്കാൻ പോകുന്ന കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് സൈലന്റ് ആയിട്ടുള്ള ഒരു വണ്ടിക്ക് ചെയിൻ ഡ്രൈവ് വരുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെയിൻ്റെ സൗണ്ട് കേൾക്കുന്ന ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? എനിക്ക് ഞാൻ നോക്കുന്നത് എന്താ വെച്ചാൽ ഏതറിന്റെ സൗണ്ടാണ് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയത്. അല്ല, ഏതറിന്റെ സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു മൂളിച്ച പോലെ ആംബുലൻസ് ചെയിൻ്റെ സൗണ്ട് തിരിയുന്ന സൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു എഫക്ട് നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. ആ ഒരു അത്ര വലിയൊരു സൗണ്ട് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു നമുക്കൊന്ന് ഓടിച്ച് നോക്കിയാലോ? സൗണ്ട് ഉണ്ടോന്നൊന്ന് അറിയാൻ വേണ്ടിട്ട്. ചെറിയൊരു സൗണ്ട് ഉണ്ട് എന്തായാലും. അതൊരു സ്മൂത്ത് സൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചെയിൻ ആയത് കടകടായ ഒരു സൗണ്ടിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ വന്നു. കടകടല്ല, ചെയിന് തിരിയുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടല്ലോ. അതെ, അത് പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര ഒരു എഫക്റ്റീവ് ശരിക്കും ഒരു ചെയിന്റെ സൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. വണ്ടിന്റെ എനിക്ക് തോന്നുന്നു അവർ എന്തൊക്കെയോ ഒരു പ്രത്യേക ലൂബ്രിക്കേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സൗണ്ട് ഇല്ലാതിരിക്കാൻ. ഇല്ലാതെ അങ്ങനെ വരില്ല. ശരിക്കും നമ്മൾ സൈക്കിൾ ഓട്ടുമ്പോൾ ചെയിൻ സൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടി വരൂലേ? നമ്മൾ ബെൽറ്റിനെ അപേക്ഷിച്ചിട്ട് വേണ്ടി വരും. ചെയിൻ ലൂബ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പൊ മെയിൻ്റെനൻസ് കുറച്ച് കൂടും ചെയിൻ ആയതുകൊണ്ട്. പിന്നെ ഒരു സർവീസും പറയുന്നുണ്ട്. 5000 കിലോമീറ്ററിൽ 10,000 അങ്ങനെ 2-3 സർവീസ് വരുന്നുണ്ടല്ലേ? ആ പെയ്ഡ് സർവീസുമാണ്. പെയ്ഡ് സർവീസ് എത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. ഒരു ഓരോ ഓല കെയർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഉണ്ടല്ലോ, അതേപോലെ ഒരു പാക്കേജ് ആയിട്ട് ചെയ്തു തരാന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. നിഖിൽ ബ്രോ നമസ്കാരം. നമസ്കാരം. എന്തായാലും സുഖാണോ? സുഖമായിരിക്കും. ഓക്കെ, ഇതേതാ മോഡൽ വണ്ടി? കറക്റ്റ് ഇത് S1 Pro Plus ജനറേഷൻ 3 അല്ലേ? ജനറേഷൻ 3 4KW. ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾ ഇതിന്റെ മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഏതായിരുന്നു? ഞാൻ യൂസ് ചെയ്തത് ഗ്ലാമറും ജിക്സറും ആണ്. സുസുക്കിന്റെയും ഹീറോ ഹോണ്ടന്റെയും ബൈക്കുകളാണ് യൂസ് ചെയ്തത്. ഓക്കെ. സ്കൂട്ടേഴ്സ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആണല്ലേ? ഇത് ജനറേഷൻ 3 വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്നാമത് ഈ അതായത് കിലോമീറ്റർ റേഞ്ച് കൂടുതലുണ്ട്. ഓക്കെ. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. നിങ്ങൾ തരുന്ന റിവ്യൂ ഞാൻ തരുന്ന റിവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഫുള്ള് നെഗറ്റീവ് റിവ്യൂ ആണല്ലോ ഇട്ടത്. പക്ഷേ നിങ്ങളത് അഡ്വാൻസ് ആയി വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഉഷാറായി വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു. കാരണം സർവീസ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അതെ, ഞാനത് വെച്ചും ഞാൻ കുറച്ച് അന്വേഷിച്ചു. അപ്പോൾ കോഴിക്കോടൊക്കെ അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളുമാണ്, വലിയ തിരക്കൊന്നുമില്ല. ആദ്യം ഞാൻ ചെയ്തത് ഈ സർവീസ് സെന്ററിൽ പോയി നോക്കിയത്. അവിടെ വണ്ടികൾ കുറവാണ്. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു സർവീസ് ഓക്കെയാണ്. നിങ്ങൾ എവിടെ സ്ഥലം കറക്റ്റ്? ഞാൻ കക്കോടിയാണ് വരുന്നത്. കോഴിക്കോട്. ഓക്കെ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വർക്ക് എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ഒരു മെയിൻ്റനൻസ് കമ്പനിയാണ്, മാസ്റ്റർ ഹാൻഡ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇലക്ട്രിക്കൽ, AC, പ്ലംബിംഗ് എല്ലാം കൂടി മെയിൻ്റനൻസ് ആയിട്ടുള്ള. ഓക്കെ ഓക്കെ. ഇത് വണ്ടി എടുത്തിട്ട് ഇപ്പം എത്ര ദിവസമായി? വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 29-ാം തീയതിയാണ് എടുത്തത്. 29-ാം തീയതി ഈവനിങ്, മാർച്ച്. ഇത് നിങ്ങൾ എപ്പോഴാണ് വണ്ടി ബുക്ക് ചെയ്തപ്പോഴാ? ഞാൻ ഫെബ്രുവരി 28-നാണ് ബുക്ക് ചെയ്തത്. ഒരു ഓഫേഴ്സ് ഉണ്ട് പറഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ പലരും ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ? പെട്ടെന്ന് കിട്ടാന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്തിട്ട് കിട്ടാത്തതിന്റെ കാരണം ഇവര് RTO രജിസ്ട്രേഷന്റെ പുതിയ കമ്പനിക്ക് കൊടുത്തിട്ടു, ഓല. ഓക്കെ. അപ്പോൾ നമ്മള് 2 സുഹൃത്തുക്കളാണ് അവിടുന്ന് ഓലയിൽ ഉണ്ടായിരുന്നത്. ഒരു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് പരിചയപ്പെട്ടതാണ്. അവർ നല്ല സർവീസ് എനിക്ക് തന്നത്. അവര് മുൻകൈ എടുത്തും കാണിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നതാണ്. 2 വണ്ടി, ഞാൻ എന്റെ കെയർ ഓഫിൽ ഒരു വണ്ടി കൂടി ഉണ്ടായിരുന്നു. അത് 2 അവർ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തന്നതാണ്. ഇതിപ്പോ നിങ്ങൾ 120 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതെ അല്ലേ? അതെ. അപ്പൊ പിന്നെ എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. എന്നാലും ഞാൻ ചോദിക്കുക, വണ്ടി ഒരു പുതിയ വണ്ടിയിൽ ആദ്യമായിട്ടല്ലേ ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്നത്? എങ്ങനെയുണ്ട് വണ്ടി? ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആണ്, കാര്യങ്ങളും പ്രശ്നമില്ല. പക്ഷെ ഇതിന്റെ ബ്രേക്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ ഇന്നലെ ഷോറൂമിൽ പോയി പറഞ്ഞപ്പോൾ അവര് നാളെ കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്റ്റാഫ് ഇല്ല അവരെ. ബ്രേക്കിന്റെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ബ്രേക്കിലൊരു ഹാർഡ്നെസ് മാതിരി സൗണ്ട്, ചെറിയൊരു സൗണ്ട്. നമ്മളിപ്പോ ബ്രേക്ക് അവയർ സിസ്റ്റം ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ മൈലേജിൽ ചെറിയൊരു ഷോർട്ട് കാണുന്നുണ്ട്. ഈ നമ്മൾ ഇതിൽ കാണിക്കുന്ന മൈലേജ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അവരോട് വിളിച്ച് അവരെ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ബ്രേക്കിന് ഒരു പ്രശ്നമുണ്ട്, നമ്മളത് നാളെ തന്നെ ശരിയാക്കി തരാം. അത് ഇപ്പോൾ പുതിയൊരു വണ്ടി, പുതിയ മോഡൽ ഇറങ്ങിയതാണ്, അപ്പൊ അതിന് ഇഷ്യൂസ് ഉണ്ടാവും, അവർ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ റേഞ്ച് എത്ര? ശരിക്കും കമ്പനി പറയുന്ന റേഞ്ച് എത്രയാ? കമ്പനി ID റേഞ്ച് 242 പക്ഷേ നമുക്ക് ഞാനിന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് എക്കോണിൽ ഇട്ട് നോക്കിയിട്ട് 230 കാണിക്കുന്നത്. 230. സ്ക്രീനിൽ എത്രയാണ് കാണിക്കുന്നത്? സ്ക്രീനിൽ എക്കോണമിയും കൂടി 230 കാണിക്കുന്നത്. നോർമലിൽ 180. ട്രൂ റേഞ്ച് എത്ര കിട്ടുന്നുണ്ട് ശരിക്കും നോക്കിനോ? ട്രൂ റേഞ്ച് ഞാനിപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഓടിച്ചിട്ടില്ല. ഏകദേശം ഒരു ഓട്ടം വെച്ച് നോക്കിണ്ടായിരുന്നോ? ഓട്ടം വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ കൂടെ ഒരു വണ്ടി കൂടി എടുത്തിട്ടുണ്ട്. അവൻ ഏകദേശം ആ റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം അവൻ്റെ കയ്യിൽ ഇപ്പം 20 കിലോമീറ്റർ 30 കിലോമീറ്റർ അങ്ങനെ അവൻ ഫുൾ ചാർജ് ചെയ്തിട്ട് ഓടിച്ചിട്ടുണ്ട്. ബാക്കി 140 തന്നെ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. 150 തന്നെ കിട്ടുന്നുണ്ട് നോർമൽ. അവർക്ക് അതന്നെ കിട്ടുന്നുണ്ട്, പറയുന്ന റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. നമുക്കിത് എന്താ വെച്ചാൽ ഈ ബാറ്ററിന്റെ ഇഷ്യൂ അല്ല, ബ്രേക്കിന്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ, അതാവാനാണ് സാധ്യത. എന്തായാലും ഒന്ന് സർവീസ് ചെയ്താലേ ഉള്ളൂ ഇതിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അവൻ്റെ വണ്ടി ഞാൻ ഓടിച്ചു നോക്കി, അത് സ്മൂത്ത് ആണ്, ഓക്കെ ആണ്. ഇതിന് 5.5 കിലോ വാട്ടിന്റെ നോമിനൽ പവറും അതുപോലെ തന്നെ 13 കിലോ വാട്ട് പീക്ക് പവറും
വരുന്നൊരു മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും മോട്ടർ, കണ്ടില്ലേ? MCU ഇൻറ്റഗ്രേറ്റഡ് ആണ്, അത് നമുക്കിവിടെ കാണാം. ഇതാണ് മോട്ടർ, ഇവിടെ MCU കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയിൻ ഡ്രൈവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുമ്പെല്ലാം അവർ ബെൽ ഡ്രൈവ് ആയിരുന്നു, അതുപോലെ തന്നെ ഹബ് മോട്ടർ ആയിരുന്നു, അതെല്ലാം മാറ്റി ഇപ്പം ചെയിൻ ഡ്രൈവ് ആണ്. ഈ ചെയിൻ ഡ്രൈവ് വരുമ്പം ഞാൻ നേരത്തെ ഒരു സംശയം പറഞ്ഞല്ലോ, ഒരു സൗണ്ടിൻ്റെ കാര്യം. എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. അതേപോലെ ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്കാണ്, ABS ആണ്, സിംഗിൾ ചാനൽ. സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ആണല്ലേ ഫ്രണ്ടിൽ, മോണോഷോക്ക് ആണ് കേട്ടോ ബാക്കിൽ. അതേപോലെ 110/70 12 ഇഞ്ചസ് ആണ് 2 ടയറുകളും. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് പഴയ പോലെ തന്നെയാണല്ലേ, മാറ്റമൊന്നുമില്ല. 34 ലിറ്റർ അല്ലേ? അതെ 34 ലിറ്റർ. ഓക്കെ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്ര വരുന്നത്? 128 കമ്പനി പറയുന്നത്. 128 അല്ലേ? എനിക്ക് തോന്നുന്നു. അതേപോലെ ആക്സിലറേഷൻ 0 മുതൽ 40 km/h എനിക്ക് 2.3 സെക്കൻഡ്സ് എന്തോ മതിയല്ലേ? അതെ, വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വണ്ടി കയറുന്ന നമ്മൾ അറിയില്ല. കൺട്രോൾ ഇല്ലാത്തൊരു, അതായത് ജസ്റ്റ് പഠിച്ചിറങ്ങിയവർക്കൊന്നും വണ്ടി കൊടുക്കാത്തന്നല്ലേ, വണ്ടി അടിച്ചു പിടിച്ച് കയറുന്നുണ്ട്. അപ്പൊ അതായത് ഇപ്പം ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് എടുക്കുമ്പോൾ എക്കോ മോഡിൽ മാത്രം അല്ലേ കൊടുക്കുന്നതായിരിക്കും നന്നായി. എക്കോ മോഡ് തന്നെ നമുക്ക് 40 അടുത്ത് കിട്ടുന്നുണ്ട്. ഇതിന് എത്ര മോഡ് ഉണ്ട് ടോട്ടൽ? എക്കോ മോഡ് ഉണ്ട്, നോർമൽ, ഹൈപ്പർ, സ്പോർട്ട്. ഹൈപ്പർ ആണ് ടോപ്പ് അല്ലേ? അതിലാണ് 128 കിട്ടുന്നത്. അതെ. ഇതിപ്പോ നമ്മൾ ഹൈപ്പർ മോഡിൽ ഇത്രയും സ്പീഡിലൊക്കെ പോകുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയാ? സ്റ്റെബിലിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട്. അതായത് ഒരു 116 കിലോ വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. 116 കിലോ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ വണ്ടി ചവിട്ടിയോടത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ABS ഒക്കെ ഉണ്ടല്ലോ? ABS ഒക്കെ ഉണ്ട്. ഈ 4 kWh ബാറ്ററി നിങ്ങൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട്? ഫുൾ ചാർജ് ചെയ്യാൻ 6 മണിക്കൂർ എടുക്കുന്നുണ്ട്. 6 മണിക്കൂർ മതി. ഈ 6 മണിക്കൂർ ചാർജ് ആവുന്ന പറഞ്ഞത് എത്ര വാട്ട്സിന്റെ ചാർജർ ഉപയോഗിച്ചിട്ടാണ്? ചാർജർ 750, അതായത് 250 വാട്ട്സ് ആണ് ചാർജർ വരുന്നത്. അതേപോലെ നിങ്ങൾ ഇത് പുറത്തുനിന്ന് ഓലയുടെ ഫാസ്റ്റ് ചാർജറിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ചെയ്തിട്ടില്ല. ഇല്ല. അതെനിക്ക് വന്ന ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് മതിയാവും, ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ? മതിയാവുന്നാ തോന്നുന്നത്. നമ്മൾ പഴയതൊക്കെ 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതാണല്ലോ. ഓക്കെ. അതേപോലെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പഴയ വണ്ടികളെ പോലെ തന്നെ ആയിരിക്കും അല്ലേ? കാരണം ഫ്രെയിമിലൊന്നും മാറ്റില്ലല്ലോ. ഇല്ല, 160 മില്ലിമീറ്റർ. ഓക്കെ. അതേപോലെ എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ എല്ലാം പഴയതുപോലെ തന്നെയല്ലേ? 7 ഇഞ്ചസിന്റെ ടച്ച് സ്ക്രീൻ അല്ലേ? ടച്ച് സ്ക്രീൻ ആണ്. ഓക്കെ. ഇതിൽ എന്തൊക്കെയാ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ടോ? ചെറിയൊരു ഹാങ്ങിന്റെ പ്രശ്നമുണ്ട്, കാണുന്നുണ്ട്. എനിക്ക് നോക്കണം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട എന്ത് ആവശ്യമുണ്ടോ? ഓക്കെ. മാപ്സ് നമുക്ക് വാട്സപ്പ് വഴി ഗൂഗിൾ മാപ്പ്, ഓരോ ഓല മാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കണക്ട് ആവും. ഓക്കെ. ഇതെങ്ങനെയുണ്ട് മാപ്പ്? വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്മൂത്താണ്. ഗൂഗിൾ മാപ്പ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൊക്കേഷൻ സെർച്ച് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒക്കെ സുഖമാണ്. കുറച്ചൊരു ഡിലേ ഉണ്ടല്ലോ അല്ലേ? ചെറിയൊരു ഹാങ് കാണുന്നുണ്ട് ഡിസ്പ്ലേ. അത് ആദ്യം ഉണ്ടായിരുന്നോ? ആദ്യം ഉണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട്. അതേപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇതിന്റെ സർവീസിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ, ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. 2 കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളത് നെഗറ്റീവായിട്ട്. അതായത് ഒന്ന് സർവീസും, ഒന്ന് ഇതിന്റെ ബോഡി ക്വാളിറ്റി. ബോഡി ക്വാളിറ്റി വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത്. പണ്ട് ഇറങ്ങിയ അതേ ബോഡി ക്വാളിറ്റിയാണ് ഇപ്പോഴും അവർ മാറ്റിയിട്ടില്ല. കാരണം ഞാനിപ്പോ നോക്കിയപ്പോ പല സ്ഥലത്തും ഇങ്ങനെയുള്ള ഈ ക്ലിപ്പിംഗ് വരുന്ന ഭാഗത്ത് ഈ ക്ലിപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. ഈ പുറത്തുള്ള കേസ് അന്നപ്പോ എന്താ സംഭവിക്കുക വെച്ചാൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മൾ കുറെ ഓടി കഴിയുമ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് കുറെ സൗണ്ട് വരുന്നുണ്ട്. ഈ ക്ലിപ്പുകളൊക്കെ പൊട്ടല്ലോ, അതായത് പെട്ടെന്ന് വണ്ടി പഴയതായ പോലെ നമുക്ക് തോന്നും, ഭയങ്കര സൗണ്ട് വരുമ്പോൾ ഒരു കുലുക്കം ഉണ്ടാവും. ഇതായിരിക്കും അത് സംഭവം, ക്ലിപ്പ് പൊട്ടിയിട്ട് സൗണ്ട് വരുമായിരിക്കും. ശരിക്കും അതും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിലല്ലേ പിടിച്ചാൽ കിട്ടൂലേ? ഒരു രക്ഷ ഉണ്ടാവില്ല. ഈ റേറ്റിൽ എവിടെ ഏത് വണ്ടിയാണ് കിട്ടുന്നത്? 100 കിലോമീറ്റർ കിട്ടുള്ളൂ ഈ റേറ്റിൽ, ബാക്കി വണ്ടിയൊക്കെ എടുക്കുകയാണ്. അതെ കറക്റ്റ്. ഇത് ചെയിന്റെ സൗണ്ടാ? അതെ, ചെയിന്റെ സൗണ്ട്. ആ ബ്രേക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത്ര സൗണ്ട് ബ്രേക്ക് പിടിച്ചില്ലല്ലോ? ഇല്ല. ഞാനിപ്പോ നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ചുതരാം വണ്ടിയുടെ. അതായത് ബ്രേക്ക് പിടിക്കുന്നില്ല, ബ്രേക്കിന്റെ ഇഷ്യൂ നേരത്തെ പറഞ്ഞില്ല, ബ്രേക്ക് തൊടാണ്ട് തന്നെ. ഇത് ചെയിന്റെ സൗണ്ട് ആണോ? അല്ലല്ല, ഇത് ബ്രേക്കിന് ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞില്ലേ, അവർ സർവീസ് ചെയിന്റെ സൗണ്ട്. ആ ഫ്യൂ എന്നുള്ളൊരു സൗണ്ട് ഇല്ലേ, ആ ഒരു ലെവലിലേ ഉള്ളൂ. ഓക്കെ. ഇത് കുറച്ച് സൗണ്ട് കൂടുതലാണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ല, എന്റെ സുഹൃത്തിന്റെ വണ്ടി ഓടിച്ചത്, അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സൗണ്ട് കൂടുതലാണ്. പക്ഷേ സൗണ്ട് ഉണ്ട് ശരിക്കും. ഇതിപ്പോ കറക്റ്റ് സൗണ്ട് ആണല്ലോ. ബ്രേക്ക് വിട്ടെ. നീ ബ്രേക്ക് വിട്ട് അങ്ങ് പോകും. ഇതൊരു നല്ല ഇറക്കാണ്, ഒന്ന് ബ്രേക്ക് വിട്ടു. സ്മൂത്താണ്. അയ്യോ, പിടിച്ചാൽ കിട്ടുമല്ലോ ഇത് ബ്രേക്ക് പിടിക്കാൻ. ബ്രേക്ക് വിട്ടെ. ഇത് ബ്രേക്ക് വയർ എന്ന് പറഞ്ഞ സൗണ്ടാണ്. അതായത് ഓപ്പോസിറ്റ് തിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ഡിസ്ക് ബ്രേക്കിലേക്ക് അപ്ലൈ കൊടുത്തില്ല. ഈ സൗണ്ട് അല്ലേ, റീജനറേഷന്റെ സൗണ്ടാണ്. റീജനറേഷന്റെ സൗണ്ടാ അത്? ഇത്രയും സൗണ്ടാ?
40-ലെത്തി. ത്രോട്ടിൽ വിട്ടോ, ത്രോട്ടിൽ കൊടുത്തോ, ത്രോട്ടിൽ വിട്ടോ. ഓക്കെ, പോവാം. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വണ്ടീനെ പറ്റി പറയാനുണ്ട്. ഇപ്പോൾ വണ്ടി ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വണ്ടീനെ പറ്റി പറയാൻ പറ്റില്ല. അതായത് ഒരു 10,000 കിലോമീറ്ററെങ്കിലും അറ്റ്ലീസ്റ്റ് ഓടണം അല്ലേ, ഒരു 5-6 മാസമെല്ലാം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ സൊമാറ്റോ, സ്വിഗ്ഗിയിലൊക്കെ ഓടുന്ന ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ തന്നെ കുറേ ആൾക്കാർ ഈ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കിലോമീറ്റർ കൂടുതലാണല്ലോ. അപ്പോൾ അവർ ഒരു ദിവസം 200-250 കിലോമീറ്റർ ഓടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ശരിക്കും 2 മാസം കൊണ്ട് 10,000 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. അപ്പം അടുത്തൊരു 2 മാസം കഴിഞ്ഞിട്ട് ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സൊമാറ്റോ, സ്വിഗ്ഗിയിൽ ഓടുന്ന ഒരു 5-10 ആൾക്കാരോട് നമ്മൾ ഈ വണ്ടീനെ പറ്റിയിട്ട് റിവ്യൂ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വണ്ടീനെ പറ്റിയൊരു ധാരണ കിട്ടും. പക്ഷേ സ്റ്റിൽ ഞാനിപ്പം കുറച്ച് നേരം ഒന്ന് ഓടിച്ച് നോക്കി. അപ്പം നമുക്കൊരു ഇനീഷ്യൽ ഇംപ്രഷൻ പോലെ നമുക്ക് തുടക്കത്തിൽ നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ പറയാം. ഈ വണ്ടിയുടെ പവർ, പെർഫോമൻസ്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് എക്സലൻ്റ് ആണ്, യാതൊരു രക്ഷയില്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണത്. അതുപോലെ തന്നെ ഓലയുടെ പഴയ ബെൽറ്റ് ഡ്രൈവ് വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ചെയിൻ ഡ്രൈവ് വണ്ടികൾക്ക് ഒരുപാട് മാറ്റമുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഫീലിൽ നല്ല മാറ്റമുണ്ട്. അത് നിങ്ങൾ നേരിട്ട് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എനിക്ക് തോന്നിയത് കൂടുതൽ പവർഫുൾ ആയിട്ടാണ്. ഈ മോട്ടോറിൻ്റെ പവർ കൂടിയത് മാത്രമല്ല, ആ ചെയിൻ ഡ്രൈവിൽ വന്നൊരു മാറ്റം അത് നല്ലൊരു ഫീലാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ ഡ്രൈവിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പം ഇവർ പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെയിനിൻ്റെ സൗണ്ട് അങ്ങനെ വരുന്നില്ല. എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. നമ്മളൊരിക്കലും ഓലയുടെ പഴയ വണ്ടികളൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് സൈലൻ്റ് അല്ല, ഇതിന് നല്ല സൗണ്ട് ഉണ്ട്. ഏഥറിനെ പോലെ ആ ഒരു മൂളിച്ചയല്ല, വേറെ തന്നെ ഒരു സൗണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയിൻ്റെ ആ ഒരു സൗണ്ട് നന്നായിട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ ഒരുപാട് സ്പീഡിൽ പോവുകയാണെങ്കിൽ നല്ല കൺട്രോൾ ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ സഡൻ ബ്രേക്കൊക്കെ പിടിക്കുമ്പം പെട്ടെന്ന് വണ്ടി നിൽക്കുന്നുണ്ട്. ABS ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അതേപോലെ ഓല ഇറങ്ങിയ അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായില്ലേ ഓല ഇറങ്ങിയിട്ട്, അന്ന് മുതൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി വളരെ മോശം ബിൽഡ് ക്വാളിറ്റിയാണ്. അതിൽ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇവർ ഇതുവരെ വരുത്തിയിട്ടില്ല, ജനറേഷൻ 3 ആയിട്ട് പോലും. അത് നിങ്ങൾ ഓല യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പുതിയ വണ്ടി വാങ്ങിയിട്ട് അതിൻ്റെ പാനൽ ഗ്യാപ്സും അതിൻ്റെ ക്ലിപ്പിങ്സിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ കിടുക്കിടുക്കുന്നുള്ള സൗണ്ട് വരെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പലരും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലരും പറയാറുണ്ട് വണ്ടി കുറേ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട വണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഭയങ്കര കുലുക്കവും ഒച്ചയൊക്കെ ഉള്ള അങ്ങനെയുള്ള ശബ്ദം ശരിക്കും കേൾക്കുന്നുണ്ട്. ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇവർ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അല്ലേ നല്ല രീതിയിൽ മെച്ചപ്പെടുമായിരുന്നു. പിന്നെ സസ്പെൻഷൻ്റെ മുകളിൽ ഇവർ നല്ല പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഫ്രണ്ടിലെ സസ്പെൻഷനും അതുപോലെ തന്നെ ബാക്കിലെ സസ്പെൻഷനും. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത് വണ്ടിക്ക് കറക്റ്റ് റേഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇവർ കുറച്ച് എന്താ പറയുക ബാറ്ററി പെർസെൻറ്റേജിലാണ് നോക്കിയത്. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫുൾ, അതായത് 100% ബാറ്ററി മുതൽ 0% വരെ നമ്മൾ ഓടി നോക്കിയാലുള്ളൂ കൃത്യമായിട്ട് ഈ വണ്ടിക്ക് എത്ര റേഞ്ച് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യണം, എന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അവരുടെ ടച്ച് സ്ക്രീൻ ഭയങ്കര ഷോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ലാഗ് എന്താണെന്നറിയില്ല. ഒരുപക്ഷെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ശരിയാവായിരിക്കും. പക്ഷേ നിലവിലെ കണ്ടീഷനിൽ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്, അതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളെല്ലാം. പിന്നെ ഓല നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ വാറണ്ടി നമുക്ക് 8 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓലയുടെ സർവീസ് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓലയുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അവർ പറഞ്ഞത് സർവീസ് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരുപാട് സർവീസ് സെൻറ്റർ തുറന്നുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ടെക്നീഷ്യൻസിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടോ സർവീസ് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആത്മാർത്ഥം വേണം അല്ലേ, ഒരു ഉത്തരവാദിത്വം വേണം. അതില്ലാന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വളരെ ഫ്രഷ് വണ്ടി ഓല ജനറേഷൻ 3 കുറച്ച് ദിവസം മുന്നേ ഡെലിവറി ആയതാണ് അല്ലേ. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ പോയത്. പക്ഷേ തുടക്കത്തിൽ തന്നെ നിഖിൽ ബ്രോ എന്നോട് പറഞ്ഞത് വണ്ടിക്ക് കംപ്ലൈൻ്റ് ആണെന്നാണ്, ബ്രേക്കിൻ്റെ പ്രശ്നം, ബ്രേക്ക് ജാമാണ്, ഭയങ്കര ശബ്ദം വരുന്നെന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഏകദേശം
ഈ വണ്ടിയുടെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 1,80,000 രൂപയാണ്. 1.8. അത്രയും കാശ് കൊടുത്തിട്ട് ഈ വണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൗണ്ടോട് കൂടി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ. പക്ഷെ അവർ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നില്ല. ഒരു വണ്ടി ചെക്ക് ചെയ്തിട്ടല്ലേ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട. ഓലയ്ക്ക് ഈ ഒരു പ്രശ്നം ഓല ഇറങ്ങിയ അന്ന് മുതൽ 3-4 വർഷം മുമ്പേ ഉണ്ടായിരുന്നു. അതായത് പ്രോപ്പറായിട്ട് സർവീസ്, അതായത് പ്രോപ്പറായിട്ട് വണ്ടി ചെക്ക് ചെയ്യാണ്ട് കൊടുക്കുക, എന്നിട്ട് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയെങ്കിലും കുറേ സർവീസ് സെൻ്ററും ടെക്നീഷ്യൻസിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. പക്ഷെ ഇപ്പോഴും അവർക്ക് ആ പ്രശ്നമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ നിഖിൽ ബ്രോ വിളിച്ചപ്പം ഈ വണ്ടി ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിപ്പോയത്. പക്ഷേ ജനറേഷൻ 3 നമ്മളെ പല കാര്യങ്ങളിലും നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്.